ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. വളരെയധികം ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പാട്ട് മുൻപ് തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഒരു ലവ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. അലീനയും മനുവും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും അധികം ഹൃദയത്തിൽ പതിയുന്ന ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അതായത് ബാലചന്ദ്രൻ എന്താണെങ്കിലും അറിഞ്ഞു കഴിഞ്ഞു, അലീന ആരാണെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞു. ഇനി അറിയാൻ പോകുന്നത് മനു ആണ്. ഇതുവരെ മനുവിന് അറിയില്ല അലീന ആരാണ് എന്നുള്ളത്. അപ്പോൾ മനു എങ്ങനെയാണ് അറിയുന്നതെന്നും പിന്നെ അതിനുശേഷമുള്ള മനുവിൻ്റെ എക്സ്പ്രഷനും ഫീലിങ്സും അലീനയോടുള്ള പ്രണയം കൂടുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. ഒരു അടിപൊളി എപ്പിസോഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ സ്റ്റോറി നമുക്ക് കേൾക്കാം. അപ്പോൾ അങ്ങനെ ബാലചന്ദ്രൻ എന്താണെങ്കിലും എല്ലാ സത്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് ബാലചന്ദ്രൻ വൈജയോട് യുദ്ധം പ്രഖ്യാപിച്ചേക്കുകയാണ്. അതായത് വൈജ ബാലചന്ദ്രൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ അനുവദിക്കുന്നില്ല. പക്ഷേ അലീനയോട് ഭയങ്കര സ്നേഹമാണ് കാണിക്കുന്നത്. ഒരു അച്ഛൻ മകൾ കോംബോ തന്നെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അത് തന്നെയാണ് കാണാൻ പോകുന്നത്. ശരിക്കും അച്ഛൻ എന്ന് വിളിക്കാനുള്ള ഒരു അവകാശം വരെ ബാലചന്ദ്രൻ കൊടുക്കുന്നുണ്ട് അലീനയ്ക്ക്. അതൊന്നും വൈജയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരു അച്ഛൻ മകൾ റിലേഷനാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ അവർ വേറെ രീതിയിലാണ് എന്നാണ് വൈജ വരുത്തി തീർക്കാനായിട്ട് നോക്കുന്നത്. അതായത് മോശം രീതിയിലാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ. അച്ഛനും മകളും ആണെന്ന് പറഞ്ഞാൽ ആരും സംശയിക്കില്ലല്ലോ, അതിൻ്റെ പുറകിൽ എന്ത് വേണമെങ്കിലും ആവാലോ എന്നുള്ള രീതിയിലൊക്കെ വൈജ സംസാരിക്കുമ്പോൾ കരണക്കുറ്റി അടിക്കുന്ന രീതിയിൽ അത്രയും ശക്തമായ ഭാഷയിൽ ബാലചന്ദ്രൻ നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് വൈജയ്ക്ക്. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഏകദേശം സോൾവായി. അലീനയെ ബാലചന്ദ്രൻ്റെ അസുഖങ്ങളൊക്കെ ഏകദേശം മാറി വരാൻ തുടങ്ങി കേട്ടോ. അതായത് ബാലചന്ദ്രൻ ഒന്ന് റിക്കവറായി വരാൻ തുടങ്ങി. മുത്തശ്ശിയാണെങ്കിലും അതുപോലെ കുറച്ചൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അലീനയോട് മുത്തശ്ശി ആഗ്രയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അലീന ചോദിക്കുമ്പോൾ മാഡത്തിന് വല്ല പ്രണയമോ മറ്റോ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവിടെ വെച്ചൊരു പട്ടാളക്കാരനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മുത്തശ്ശി തുറന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ അലീന ആകെ അതിശയിച്ചു പോകുന്നുണ്ട്. മുത്തശ്ശി അങ്ങനെ പറഞ്ഞപ്പോൾ ആകെ അമ്പരന്ന് പോവുകയാണ്. അപ്പോൾ തൻ്റെ അച്ഛനൊരു പട്ടാളക്കാരനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇങ്ങനെ കിട്ടുക കേട്ടോ. അതായത് മാഡത്തിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് തൻ്റെ അച്ഛനാണെന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആഗ്രയിൽ വെച്ചിട്ടുണ്ടായ സംഭവം എന്ന് പറയുമ്പോൾ അത് മാത്രമാണ്. അപ്പോൾ തൻ്റെ അച്ഛനൊരു പട്ടാളക്കാരനായിരുന്നു എന്നുള്ള കാര്യം അലീന മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയാകെ പിന്നെ അതിൻ്റെ പുറകെ അലീന കൂടുതലൊന്നും അന്വേഷിച്ച് ചെന്നിട്ട് അലീനയ്ക്ക് അന്വേഷിച്ച് കണ്ടെത്താനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം മുത്തശ്ശിയിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളത് അലീന തീരുമാനിക്കുകയാണ്. അങ്ങനെ പിന്നീട് ബാലചന്ദ്രനാണെങ്കിൽ അലീനയെ കൂടുതൽ കെയർ ചെയ്യാണ്. കെയറും സ്നേഹമൊക്കെ കൊടുത്ത് കൂടുതലായിട്ട് ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ബാലചന്ദ്രൻ ഇങ്ങനെ ഓഫീസ് മീൻസ് ജ്വല്ലറിയിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അന്ന് രാവിലെ മനു കൂടി വരുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് മനു വരികയാണ്. മനു വരുന്ന സമയത്ത് മനുവിനോട് പറയുന്നുണ്ട്, മനു എനിക്ക് ഡ്രൈവ് ചെയ്യാനൊന്നും വയ്യ, പക്ഷേ നീ എന്നെ ഒന്ന് ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മനു പറയുന്നുണ്ട്, അതിനെന്താ അങ്കിൾ, ഞാൻ കൊണ്ടുപോകാം, പക്ഷേ അങ്കിൾ ഇപ്പം തന്നെ ജ്വല്ലറിയിലൊക്കെ പോകണോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ഇനിയും വീട്ടിലിരിക്കാൻ വയ്യ മനു, ഇത്രയും നാളും വീട്ടിലിരുന്നില്ലേ, ഇനിയും വീട്ടിലിരിക്കാൻ വയ്യ, ഞാനാകെ അങ്ങനെ വീട്ടിലിരുന്ന് ആകെ ഭ്രാന്തായിപ്പോയി, ഇനി എനിക്കൊന്ന് പുറത്തിറങ്ങി ശുദ്ധവായുവൊക്കെ ശ്വസിക്കണം എന്ന് പറയുന്നുണ്ട് മനുവിൻ്റെ അടുത്ത്. അപ്പം മനു പറയുന്നുണ്ട്, ശരി അങ്കിൾ, ഞാൻ കൊണ്ടുപോകാം, പക്ഷേ എനിക്ക് അങ്കിളിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയാണ് മനു. എനിക്ക് നിന്നോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മനു, അത് നമുക്ക് കാറിൽ ഇരുന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോൾ എന്നാൽ ശരി അങ്കിൾ, അങ്ങനെ സംസാരിക്കാം എന്ന് പറയാണ്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ അലീന വൈജയുടെ മകളാണ് എന്നുള്ള സത്യമൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ളതൊക്കെ അലീനയും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അലീനയോട് തുറന്ന് ചോദിക്കുക ചെയ്യുന്നുണ്ട് ബാലചന്ദ്രൻ, നിനക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയുമോ, നീ നിൻ്റെ അമ്മയുടെ കൂടെ താമസിക്കാനല്ലേ, നിൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ അലീനയും അറിയുന്നുണ്ട് ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഇങ്ങനെ അറ്റാക്ക് വരാനൊക്കെ ഉണ്ടായ സാഹചര്യമൊക്കെ ഇതാണെന്നുള്ളത് അലീനയും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ വേറൊരാളോട് പറയും എന്നുള്ളതൊന്നും അലീന മനസ്സിലാക്കുന്നില്ല കേട്ടോ. അങ്ങനെ മനുവിൻ്റെ കൂടെ പുറത്തേക്ക് പോവുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ പോകുന്ന സമയത്ത് മനുവിനോട് പറയുന്നുണ്ട്, മനു ഒന്ന് കാറ് ഒന്ന് സൈഡാക്കുക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറയണം. അങ്ങനെ വണ്ടി സൈഡാക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, മനു പറയുന്നുണ്ട്, അങ്കിൾ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ ആദ്യം, അത് അങ്കിളൊന്ന് അനുസരിക്കൂ എന്ന് ചോദിക്കുകയാണ്. കാരണം വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഈ വൈജയന്തി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അലീനയും ബാലചന്ദ്രനെയും ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒരുപാടായെന്ന് തോന്നിയപ്പോൾ മനുവിന് തന്നെ തോന്നുകയാണ്, ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ അത്യാഹിതം സംഭവിക്കും, എന്തെങ്കിലും ഒരു ദുരന്തം ഈ വീട്ടിൽ സംഭവിക്കും എന്നിങ്ങനെ തോന്നുകയാണ് മനുവിന്. അപ്പം മനു പറയുന്നത്, തൽക്കാലം ഇപ്പോൾ മുത്തശ്ശിയുടെ അസുഖം ഏകദേശം ഭേദമായി, മുത്തശ്ശി എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയല്ലോ, ഇപ്പോൾ അങ്കിളാണെങ്കിലും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് അലീനയെ കുറച്ച് നാളത്തേക്ക് ഇവിടെ നിന്നൊന്ന് മാറ്റിയാലോ. ഇനി നമുക്ക് അലീനയെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് കൊണ്ടുവരാം, അല്ലെങ്കിൽ അലീനയ്ക്ക് പുറത്ത് നല്ലൊരു ജോലി റെഡിയാക്കിയിട്ട് അലീനയെ നമുക്ക് ഇവിടെ നിന്നൊന്ന് മാറ്റി നിർത്തിയാലോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് ആലോചിക്കാം. ഇങ്ങനെ കേട്ടോണ്ട് തലയാട്ട് കേട്ടോ. അങ്ങനെ നീ പറ എന്നിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അതല്ല അങ്കിൾ, ഇപ്പോൾ വീട്ടിൽ പ്രശ്നം കൂടുതൽ വഷളായി കൊണ്ടിരിക്കുകയാണ്. ആൻറ്റി ആണെങ്കിൽ അടുക്കുന്നേ ഇല്ല, ആൻറ്റി ആ ഒരു വാശിയിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് വീട്ടിലുണ്ടായത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഹേതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചുരുക്കി പറഞ്ഞാൽ അലീന തന്നെയാണ്. അലീനയാണെന്നല്ല, അലീനയെ വെച്ചാണ് ആൻറ്റി അങ്ങനെ പറയുന്നത്. അപ്പോൾ അലീന തൽക്കാലം ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ അലീനയെ കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും അത്ര ഒരു ഹോം നേഴ്സായിട്ട് നമ്മൾ കൊണ്ടുവന്നതല്ലേ. അലീനയെ പറഞ്ഞയക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അലീനയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് ഞാൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആൻറ്റിയോട് എന്ന് പറയാണ് മനു. എന്നിട്ട് പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അലീന വിട്ടൊന്ന് മാറി നിൽക്കുന്നതല്ലേ അങ്കിൾ നല്ലത് എന്ന് ചോദിക്കുകയാണ് മനു. എന്നിട്ട് പറയുന്നുണ്ട്, അതിൻ്റെ കാരണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാ മനു ഈ പറയുന്നത്? അലീന ആരാണെന്ന് വെച്ചാൽ നീ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അലീന നമ്മൾ രണ്ടുപേരും കൂടി പോയി കൊണ്ടുവന്ന ഒരു ഹോം നേഴ്സ് അല്ലേ. നമുക്ക് നമ്മളുടെ വീട്ടിലൊരു കുട്ടിയെപ്പോലെ തോന്നി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഒരിക്കലും അങ്ങനെ ആവില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ മനുവിനോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ മനു എന്ന് ചോദിക്കുകയാണ്. എന്നോട് സത്യമേ പറയാവൂ, കാരണം എന്നോട് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാകും എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്കിൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ, നിനക്ക് അലീനയോട് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കണം. അങ്കിൾ അത് എന്നിങ്ങനെ പറഞ്ഞ് നിർത്തുക കേട്ടോ. ഞാൻ ചോദിച്ചതിന് സത്യസന്ധമായിട്ടുള്ള മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ പറയാണ്, അത് അങ്കിൾ എനിക്ക് ഇഷ്ടമാണ്. അലീനയെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? അത്രയും നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു, ജോലിക്ക് പുറമേ ഉള്ള കാര്യങ്ങൾ നോക്കുന്നു, എല്ലാവരോടും ഭയങ്കര സ്നേഹമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയോട് ആർക്കാണെങ്കിലും ഇഷ്ടം തോന്നിയില്ലേ എന്ന് ചോദിക്കുകയാണ് മനു. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അലീനയോട് നിനക്ക് പ്രത്യേകമായിട്ടൊരു ഇഷ്ടം ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനു ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ കുറേ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, നിനക്ക് അലീനയോട് ഒരു സ്നേഹമുണ്ടെന്ന്. ഞാൻ നിങ്ങളെ വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. നിനക്ക് അലീനയെ പറ്റി സംസാരിക്കുമ്പോൾ ഭയങ്കര നിനക്ക് അവളോടുള്ള ഒരു ലവ് കെയറൊക്കെ എനിക്ക് മനസ്സിലായതാണ്. അതുമാത്രമല്ല അലീനയ്ക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു, അലീനയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മകളാണ് അലീന, ആ ഒരു മകളോടുള്ള സ്നേഹമാണ് അലീനയോട്. അതിനപ്പുറം എനിക്ക് യാതൊരുവിധ താല്പര്യങ്ങളും ഇല്ല. അവൾ എൻ്റെ മകളാണ്. എൻ്റെ ബബിതയും കൃഷ്ണമോളും എങ്ങനെയാണോ എനിക്ക് അതുപോലെയാണ് അലീന. പക്ഷേ നിൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം അതിലപ്പുറം അല്ലേ എന്ന് ചോദിക്കണം. അത് അങ്കിൾ എന്ന് പറഞ്ഞ് ഇതാക്കുമ്പോൾ, നീ ഒരുപാട് ഉരുളണ്ട, സത്യമായിട്ട് പറ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അതേ അങ്കിൾ, എനിക്ക് അലീനയെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്കിളിനറിയാലോ അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം അലീനയെ എനിക്ക് വേറൊന്നും നോക്കാനില്ല അങ്കിൾ. എനിക്ക് അലീനയെ ഇഷ്ടപ്പെട്ടു. അലീന എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ അലീനയെ വിവാഹം കഴിക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷേ വീട്ടിലെ ആരും സമ്മതിക്കുമെന്ന് തോന്നില്ല. പക്ഷെ അവരുടെയൊക്കെ എതിർത്തുകൊണ്ട് എനിക്ക് അലീനയെ വിവാഹം കഴിക്കണമെന്നുണ്ട്. പക്ഷേ അതൊക്കെ പോസിബിൾ ആണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ പറയാണ്,
മനു. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ നടത്തിത്തരും നിങ്ങളുടെ വിവാഹം എന്ന് പറയാണ്. ആരെതിർത്താലും ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തിത്തരും എന്ന് പറയണ. മനു ആകെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ. അങ്കിൾ എന്താ പറഞ്ഞത്? അതെ, അവളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എൻ്റെ മകളാണ് അവളെ ഞാൻ നിനക്ക് കൈ പിടിച്ച് തരും മനു എന്ന് പറയുമ്പോൾ, അങ്കിൾ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം, പക്ഷേ നീ തൽക്കാലം ഇത് അറിഞ്ഞതായിട്ട് ഭാവിക്കാൻ പാടില്ല, ഒരാളോടും പറയാനും പാടില്ല, അലീനയോട് പോലും ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല എന്ന് പറയാണ്. ഇല്ല അങ്കിൾ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് എങ്ങനെയാണെന്ന് നിനക്കറിയണ്ടേ, ഞാൻ 2 ദിവസം എവിടെയാണ് മാറി നിന്നത് എന്നറിയണ്ടേ, എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയണ്ടേ, അലീന ആരാണ് എന്ന് നിനക്കറിയണ്ടേ, അലീനയും ഞാനും തമ്മിൽ അല്ലെങ്കിൽ അലീനയും വൈജിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നിനക്കറിയണ്ടേ, ഇതൊക്കെ ബന്ധമുള്ള കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്കിൾ, അങ്കിൾ കാര്യം തെളിച്ച് പറ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റ വാക്കിൽ അങ്ങോട്ട് മറുപടി പറയാം, അലീന വൈജയന്തിയുടെ മകളാണ് എന്ന് പറയണേ. അങ്കിൾ അങ്കിൾ എന്തായി പറഞ്ഞത് എന്നോർത്ത് ആകെ ഇങ്ങനെ ഒരു ഷോക്കിലാണ് മനു നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് സത്യമാണ് മനു, വൈജ പ്രസവിച്ച വൈജയുടെ മകളാണ് അലീന എന്ന് പറയണം. വെറുതെയല്ല, അന്നും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നിന്റെ മുത്തശ്ശൻ വെറുതെ ഒരു സ്ഥലത്ത് പോയി ചാരിറ്റി നടത്തുക, അതും ഇത്രയും ദൂരം വന്നിട്ട് ഒരു ഹോം നേഴ്സിനെ കണ്ടെത്തുക, ഇതിൻ്റെ പുറകിലൊക്കെ എന്തെങ്കിലും കാരണം ഉണ്ടാകുമെന്ന് അന്ന് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതില്ലേ. ഇതാണ് ആ കാരണം. വൈജയ്ക്ക് വിവാഹത്തിന് മുൻപ് ജനിച്ച മകളാണ് അലീന എന്ന് പറയാണ്. അപ്പോൾ മനു ആണെങ്കിൽ ആകെ ഷോക്കായിട്ട്, അതും ബാലചന്ദ്രൻ അറിഞ്ഞിരിക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ, മനുവിനും ആർക്കും അറിയാത്തൊരു കാര്യങ്ങളാണ്. അപ്പോൾ എന്താ അങ്കിൾ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും മനുവിനോട് പറയാണ്. അന്ന് പണ്ട് ആഗ്രയിൽ കുറച്ച് നാൾ വൈജയന്തി പോയി താമസിച്ച കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ട് അങ്കിൾ, അന്ന് ഞാൻ കുഞ്ഞായിരുന്നല്ലോ എന്ന് പറയണം. ആ സമയത്ത് വൈജയ്ക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അവിടെ ഗംഗേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ക്യാപ്റ്റൻ സ്റ്റാൻലി എന്ന് പറഞ്ഞ ഒരു പട്ടാളക്കാരനുമായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു. പിന്നീട് അവരവിടെ ഒന്നിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ ആ ഒരു ബന്ധത്തിൽ വൈജയ്ക്ക് ജനിച്ച മകളാണ്. പിന്നീട് അവളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് എനിക്കറിയില്ല. പക്ഷേ വൈജ പ്രഗ്നൻ്റ് ആവുകയും പിന്നീട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രോബ്ലം ആകുമല്ലോ എന്ന് കരുതിയിട്ട് തിരുവനന്തപുരത്ത് നിങ്ങളുടെ ഒരു അമ്മാവനില്ലേ, അവരുടെ വീട്ടിൽ പോയിട്ട് രാവണ്യമ്മാവിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ 1 വർഷം താമസിച്ചതും നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ്. അതേ അങ്കിൾ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറുതാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയണം. അങ്ങനെ ആ സമയത്ത് വൈജ പ്രസവിച്ച കുഞ്ഞാണ് അലീന എന്ന് പറയണം. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ആൻറ്റിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയ കാര്യം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, നിനക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന്, ഇത് ഞാൻ അറിഞ്ഞ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കാര്യം അറിഞ്ഞിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് ഞാൻ അന്ന് ഇവിടെ പോയത്, ഗംഗേട്ടൻ്റെ അടുത്തേക്ക് നീലഗിരിയിൽ പോയത്, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അന്ന് അവരിവിടെ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, എല്ലാ കാര്യങ്ങളും അവർക്കറിയാം, പക്ഷേ ഞാൻ ഈ വിവരം അറിഞ്ഞത് അവർ വൈജയോട് ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞു. അവരാ വാക്ക് പാലിച്ചു. എന്താണെങ്കിലും നിൻ്റെ അച്ഛനും നിൻ്റെ വല്യച്ഛനും ചെറിയച്ഛനും നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും കൂടെ ചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് പറയണം. അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനോട് ഒരു ഭയങ്കര സ്നേഹവും സഹതാപവും ഒക്കെ ഇങ്ങനെ തോന്നുകയാണ്. എൻ്റെ ജീവിതം അത്ര സുഖകരമൊന്നും ആയിരുന്നില്ല, നീ കണ്ടതല്ലേ മനു എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത്, ഞാൻ എത്രത്തോളം അതിൽ ഹാപ്പി ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ലൈഫ് അങ്ങനെയൊക്കെ ആണെങ്കിലും വൈജി ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിൽ ഞാൻ ഹാപ്പി ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്കൊരിക്കലും ഹാപ്പിനെസ് കിട്ടിയിട്ടില്ല എൻ്റെ ലൈഫിൽ. എന്നും ഏത് സമയത്തും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. വൈജ പറയുന്നത് എന്താണോ അത് അക്ഷരം പ്രതി അനുസരിച്ചോണം, അല്ലാന്നുണ്ടെങ്കിൽ അഹങ്കാരം തന്നിഷ്ടം ഒക്കെ കാണിക്കലാണ്. പക്ഷേ ഇങ്ങനെ ഒരു ചതി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതുകൂടി കിട്ടിയപ്പോൾ എനിക്ക് പിന്നെ മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയത് വൈജയെ കൊല്ലണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. ഞാൻ അന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് വീണില്ല എങ്കിൽ ഞാൻ മിക്കവാറും വൈജയെ ഞാൻ കൊന്നിട്ടുണ്ടായിരിക്കും. അത്രയ്ക്കും ദേഷ്യമുണ്ടായിരുന്നു എനിക്ക് എന്ന് പറയണം. അപ്പോൾ ഇനി എനിക്ക് ഒരിക്കലും ഒരു കുടുംബജീവിതം വൈജയും ഒത്ത് സാധിക്കില്ല. പക്ഷേ എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്.
ബാലചന്ദ്രൻ മനുവിനോട്. മനു എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് ആകെ അമ്പരന്നിരിക്കുകയാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഇക്കാര്യം അലീനയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അവൾക്ക് എല്ലാം അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയണം. അപ്പോൾ അങ്കിൾ എങ്ങനെയാണ് ഇത് അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അറിഞ്ഞതൊക്കെ വേറൊരു വഴിയിലൂടെയാണ്. എനിക്ക് മുൻപ് തന്നെ ചെറിയ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അന്ന് അലീന ഹോസ്പിറ്റലിലായ സമയത്ത് അലീന രേവതിക്കുട്ടിയോട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടു. അതിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ഊഹിച്ചെടുത്തത്. പിന്നീട് ഞാനൊരു വളഞ്ഞ വഴി സ്വീകരിച്ച് അതുവഴിയാണ് ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് എന്ന് പറയണം. എന്നാലും അങ്കിൾ എങ്ങനെ അറിഞ്ഞത് എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ, ഞാൻ അമ്മയുടെ ഫോണിലൂടെയാണല്ലോ രേവതിക്കുട്ടിയെ അലീന ഫോൺ ചെയ്യാറ്, അവളുടെ അനിയത്തി എന്ന് പറയുന്ന അവരുടെ ആ കോൾ റെക്കോർഡിങ്സ്, അമ്മയുടെ ഫോണിൽ ഞാൻ കോൾ റെക്കോർഡിങ്സ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴിയാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആ കോൾ റെക്കോർഡിങ്സ് മനുവിനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് ബാലചന്ദ്രൻ. ആ കോൾ റെക്കോർഡിങ്സ് കേൾക്കുമ്പോൾ മനു ആകെ ഷോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ ഒരിക്കലും അലീനയെ കൈവിട്ട് കളയരുത്. ആരൊക്കെ അവളെ തള്ളിക്കളഞ്ഞാലും തള്ളിപ്പറഞ്ഞാലും ഇനി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും അവളുടെ കൈ പിടിക്കാൻ നീ ഉണ്ടായിരിക്കണം. അവളെ ഒറ്റയ്ക്കാക്കരുത്. മുത്തശ്ശൻ അവളെ നിന്നെ തന്നെയല്ലേ ഏൽപ്പിച്ചത് എന്നുകൂടി പറയുമ്പോൾ, അതേ, മുത്തശ്ശൻ എന്നെയാണ് ഏൽപ്പിച്ചത്. ഇവിടുത്തെ ജോലി കഴിഞ്ഞാലും അവളെ തനിച്ചാക്കരുത് എന്ന് മുത്തശ്ശൻ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ അതിന് ഇങ്ങനൊരു അർത്ഥമുണ്ട് എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്കിൾ എന്ന് പറയുമ്പോൾ, നിന്റെ മുത്തശ്ശൻ ഒന്നും കാണാതെ ഒരു കാര്യം ചെയ്യില്ല എന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ മനു? കാഞ്ഞ ബുദ്ധിയാണ് നിന്റെ മുത്തശ്ശന്. അതുകൊണ്ട് ഇനി നിന്റെ കൂടെ നീ ചേർത്ത് പിടിച്ചേക്കണം അലീനയെ. എന്ത് വന്നാലും കൈവിട്ട് കളയരുത് എന്നുള്ള കാര്യം പറയാണ് മനുവിനോട് ബാലചന്ദ്രൻ. അപ്പോൾ മനു ആണെങ്കിൽ എല്ലാം കൂടെ അറിഞ്ഞിട്ട് അലീനയെ ഇപ്പം തന്നെ കാണണം എന്നുള്ള ഒരു വെപ്രാളത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ അലീനയെ കാണണമെന്നല്ലേ നീ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതേ അങ്കിൾ, എനിക്കിപ്പോൾ അലീനയെ കാണണം എന്ന് പറയുമ്പോൾ, നീ അലീനയൊക്കെ കണ്ടോ, പക്ഷേ ഒരിക്കലും അലീനയോട് നീ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതായിട്ട് ഭാവിക്കരുത്. അറിഞ്ഞ കാര്യങ്ങളൊന്നും അലീനയോട് പറയരുത് എന്ന് പറയണം. അങ്ങനെ ബാലചന്ദ്രനെയും കൂട്ടിയിട്ട് പിന്നീട് മനു അങ്ങനെ ജ്വല്ലറിയിലും പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് ഡോറ് തുറക്കുന്നത് അലീനയാണ്. അലീന ഡോറ് തുറന്ന് വരുമ്പോൾ തന്നെ മനുവിന് ഭയങ്കര സന്തോഷമാണോ സങ്കടമാണോ എന്തൊക്കെയോ ഒരു ഫീല് തോന്നുകയാണ്. അപ്പോൾ അലീന തൻ്റെ സ്വന്തമാണ് എന്നുള്ളൊരു ചിന്ത, അലീനയോടുള്ള പ്രണയം കൂടുകയാണ് മനുവിൻ്റെ മനസ്സിൽ. അപ്പോൾ മനു അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അലീനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കട്ടെ. അങ്ങനെ ബാലചന്ദ്രനും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് മനു അലീനയിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുകയാണ്. അപ്പോൾ മനു ഒന്ന് നോട്ടം മാറ്റുന്നുണ്ട്. വാ, അകത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് മനുവിനെ കൂട്ടിയിട്ട് അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മനു അകത്തേക്ക് വന്നിട്ടും അലീനയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം അലീന വൈജയന്തിയുടെ മകളാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം മനു അലീനയെ കാണുകയാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമാണ്. അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഈ മനുവേട്ടൻ എന്ത് പറ്റി, മനുവേട്ടൻ എന്തൊന്നും സംസാരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ, മനുവിന് ചില തിരിച്ചറിവുകളൊക്കെ ഉണ്ടായി അലീന, അതാണ് എന്ന് പറയണം. അതെന്ത് തിരിച്ചറിവാണ് എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊക്കെ ഉണ്ടായി, നീ എന്താണെങ്കിലും കുടിക്കാൻ ഞങ്ങൾക്ക് വല്ല ജ്യൂസോ എന്തെങ്കിലുമൊക്കെ എടുക്കുക എന്ന് പറയണം. അങ്ങനെ അലീന രണ്ടുപേർക്കും കുടിക്കാൻ ജ്യൂസൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മനു, ഞാൻ എന്നാലും ഒന്ന് പോയി കിടക്കട്ടെ, എനിക്കൊന്ന് ഭയങ്കര ക്ഷീണം തോന്നുന്നു, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, നീ ഇപ്പോൾ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ആ അങ്കിൾ ഞാൻ ഇപ്പം തന്നെ പോകും എന്ന് പറയണം, മുത്തശ്ശിയെ കണ്ടതിന് ശേഷം ഞാൻ പോകും എന്ന് പറയുന്നുണ്ട് മനു. അങ്ങനെ ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോകുമ്പോൾ മനുവിനൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം മനു ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്, ഇല്ല അങ്കിൾ എന്നുള്ള അർത്ഥത്തിൽ, ഞാൻ പറയില്ല എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ അങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ വീണ്ടും മനു ഇങ്ങനെ അലീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മനുവേട്ട ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഞാൻ മുത്തശ്ശി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കൂടെ അലീനയും ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തായി, ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്കിളിന് ജ്വല്ലറിയിലും പോകണമായിരുന്നു, പിന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് കയറിയിട്ടാണ് വന്നത് എന്ന് പറയാണ് മനു. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയി വരുന്നുണ്ട് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ഇപ്പോൾ എഴുന്നേറ്റൊക്കെ നടക്കാനായല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. എഴുന്നേറ്റ് നടക്കാനൊക്കെ ആയി, എന്നാലും ഒരാളുടെ സഹായം വേണം എനിക്ക് എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അലീനെ ഇവിടെ മുത്തശ്ശിക്ക് ആവശ്യമൊന്നും ഇല്ലല്ലോ, അലീനെ നമുക്ക് അവിടെ പറഞ്ഞയച്ചാലോ എന്ന് ചോദിക്കുകയാണ് മനു.
പോടാ അവിടുന്ന്, അലീനെ ഇവിടുന്ന് ഇനി എങ്ങോട്ടും പറഞ്ഞേക്കാനൊന്നും പോകുന്നില്ല, ഇനി ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അലീനെ ഇവിടുന്ന് പറഞ്ഞേക്കാനൊന്നും പോകുന്നില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ, എന്നാ പറഞ്ഞേക്കേണ്ട, ഇവിടെ തന്നെ നിർത്തിക്കോ, ഏതായാലും മുത്തശ്ശിക്ക് കൊച്ചുമക്കളുടെ എണ്ണം കൂട്ടാലോ എന്ന് പറയുമ്പോൾ, നീ എന്താടാ അങ്ങനെ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല മുത്തശ്ശി കൊച്ചുമോളായിട്ട് എടുത്തേക്കല്ലേ അലീനയെ എന്ന് പറയണം. അതേടാ എൻ്റെ കൊച്ചുമോള് തന്നെയാണ് എന്ന് പറയുമ്പോൾ, ശരിയാണ്, മുത്തശ്ശിയുടെ കൊച്ചുമോള് തന്നെയാണ് അലീന എന്ന് പറയാണ് മനു. അങ്ങനെ പിന്നെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് മനു അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അലീനയെ കാണുമ്പോൾ മനുവിന് ഭയങ്കര സന്തോഷം, എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആണ്. പക്ഷെ കൂടുതലൊന്നും അലീനയോട് സംസാരിക്കാൻ നിൽക്കാതെ മനു അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ എന്താണെങ്കിലും മനു അലീന ആരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞേക്കാണ്. മനുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ വെക്കുന്നുള്ളൂ കേട്ടോ. തൽക്കാലം ആദ്യം തന്നെ അലീനയോടൊന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.